ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ആർട്ട് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മുല്ലപ്പൂവാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ടിഷ്യൂ പേപ്പർ വേണം, വെള്ളം വേണം, പിന്നെ വാട്ടർ കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ ടിഷ്യൂ പേപ്പറും ഇതുപോലെ അടുക്കി ഇതേ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുക. അങ്ങനെ വെട്ടിയെടുത്ത ശേഷം നമ്മളതിനെ ഓരോന്നായി സെപ്പറേറ്റ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറല്ല. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ 3 ഇതൾ വെച്ചുണ്ടാക്കാം, 4 ഇതൾ വെച്ചുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഇതളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 4 ഇതളും 5 ഇതളൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു തിക്നെസ്സൊക്കെ കിട്ടും. ഇതിങ്ങനെ നമ്മൾ വെട്ടിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ അത് കീറിപ്പോകും. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ഓരോ പീസും എടുത്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് വാട്ടർ കളറും വെള്ളവും കയ്യിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ മുല്ലപ്പൂവായിട്ട് നമുക്കങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയ ശേഷം നമ്മൾ നൂല് വെച്ചോ വാഴനാര് വെച്ചോ കെട്ടിയെടുക്കുമ്പോൾ നമുക്ക് മുല്ലപ്പൂ മാല റെഡിയായി. പിന്നെ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നണമെങ്കിൽ നമുക്കതിന് മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂമോ സ്പ്രേയോ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഒരു നല്ല മണവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും, വാടില്ല തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഓണം ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂ മാലയോടൊപ്പം ആയിരിക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് ഉണ്ടാക്കിക്കോ, ചൂടിക്കോ, സൂപ്പറാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.